ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ആറാമത്തെ എപ്പിസോഡും ഏഴാമത്തെ എപ്പിസോഡും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് 8, 9, 10 കൂടിയിട്ട് ഒരുമിച്ച് പറയുന്നതാണ്. അങ്ങനെ പോലീസിൽ നിന്നുള്ള ആൾ വന്നിട്ട് ആൻഡ്രൂസ് എന്ന് പറയുന്ന ആൾ മാഷിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. 2 ദിവസമായിട്ട് വിക്രമാമ്മനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ശങ്കരനാരായണ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എത്രയും പെട്ടെന്ന് വിക്രമിനോട് എത്തിക്കാൻ നോക്കാമെന്നൊക്കെ പറയുമ്പോൾ മാഷ് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അവന് കമലനെ ഒന്ന് ജീവനോടെ കാണാൻ പറ്റണേ സാറേ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ ശ്രമിക്കാം. എന്തായാലും ഞാൻ ഇന്ന് പറ്റില്ല, എന്തായാലും നാളെ ആവട്ടെ എന്ന് പറയാണ് കേട്ടോ. ഈ സമയത്ത് കമലാമ്മയ്ക്ക് ഫിക്സ് വീണ്ടും വന്നിട്ട് ഡോക്ടർമാരൊക്കെ വന്നിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ കമലാമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നില്ല, കാർഡിയാക്ക് അറസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമലാമ്മ മരണപ്പെടുകയാണ്. അങ്ങനെ ഡോക്ടർ പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ആൻഡ്രൂസും ഉണ്ട്. അങ്ങനെ മാഷിനോട് അവർ പറയുകയാണ്, സോറി ഫിക്സ് വന്നു, കാർഡിയാക്ക് അറസ്റ്റാണ്, ആൾ പോയി എന്ന് പറയാണ് കേട്ടോ. അത് കേട്ടിട്ട് മാഷ് അങ്ങനെ തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. മാഷ് കരയുന്നൊന്നുമില്ല, ഒന്നും മിണ്ടാതെ ഇങ്ങനെ തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രീജ വിശ്വനൊക്കെ പൊട്ടി കരയാൻ തുടങ്ങും കേട്ടോ. ശ്രീജ ഓടിച്ച് നിന്ന് വിശ്വനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പോൾ മാഷ് ആ പോലീസുകാരോട് ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ അവന് വരാൻ തടസ്സങ്ങളൊന്നുമില്ല അല്ലേ സാറേ, എന്തായാലും ഇന്ന് തന്നെ വരാമല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മാഷ്. അപ്പോൾ ആൻഡ്രൂസാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. മാഷിൻ്റെ അടുത്ത് വന്നിട്ട് വിശ്വനിങ്ങനെ അച്ഛാന്ന് വിളിക്കുമ്പോഴേക്കും മാഷ് ആകെ കരയാണ് കേട്ടോ. വിനായകനും വിശ്വനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഇതേ സമയം ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ വേദയ്ക്ക് പ്രസവ വേദന വന്നിട്ട് കരയാണ്. അന്നേരം അരുണ സിസ്റ്ററോട് പറയാണ്, അമ്മനെ ഒന്ന് പോയി വിളിച്ചിട്ട് വരുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ തരുണിൻ്റെ അമ്മനെ വിളിച്ചിട്ട് വരിക. അമ്മ വേദയുടെ അടുത്ത് വേദയുടെ അമ്മരെ പോലെ തന്നെ നിന്നിങ്ങാണ്ട് വേദയുടെ നെറ്റിൽ ഉമ്മ വയ്ക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. ആ സമയത്ത് അങ്ങനെ വേദ പ്രസവിക്കുകയാണ്. ആ സമയത്ത് അപ്പോൾ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ അമ്മയ്ക്ക് സന്തോഷമായിട്ട് നെറുകയിൽ ഒരു ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം വിക്രമാണെന്നുണ്ടെങ്കിൽ ബോധമില്ലാതെ അവരിടിച്ച് വീഴ്ത്തിയിരിക്കുകയാണല്ലോ. പെട്ടെന്ന് വിക്രമിന് തോന്നുകയാണ് തൻ്റെ നെറുകിൽ ഒരു കുഞ്ഞ് കൈ, ഒരു പെൺകുഞ്ഞിൻ്റെ കൈ വന്ന് ഇങ്ങനെ തലോടുന്നത് പോലെ വിക്രമിന് ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. വേദ പ്രസവിക്കുന്ന കറക്റ്റ് സമയത്തിൽ. ഈ സമയത്ത് രാഘവേട്ടൻ അവിടേക്ക് വരികയാണ്. രാഘവേട്ടൻ വന്നിട്ട് ആൾക്കാരൊക്കെ വിളിച്ചിങ്ങാണ്ട് വിക്രമിനെ കൊണ്ടുപോകാണ്. പിന്നെ കാണിക്കുന്നത് തരുണിൻ്റെ അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാണ് കേട്ടോ. രാധികയുടെ ബോഡിയാണെന്നുണ്ടെങ്കിൽ അവിടെ കെടുക്കുന്നുണ്ട്. രാധികയുടെ ബോഡിയുടെ മുന്നിൽ കൂടെയാണ് കൊച്ചിനെ വേദയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തരുണിൻ്റെ അമ്മരെ അത്ര സങ്കടം സഹിക്കാൻ പറ്റാതെ കൊച്ചിനെ കൊണ്ട് വേദയുടെ അടുത്ത് കെടുത്താണ് കേട്ടോ. വേദയ്ക്ക് നല്ല സങ്കടമുണ്ട്, സന്തോഷവും സങ്കടവും ഒക്കെ ഒരുമിച്ച് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വേദ അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊല്ലും, അല്ലെങ്കിൽ കണ്ണി കണ്ടവൻ്റെ കുഞ്ഞിനൊന്നും എൻ്റെ സ്വത്തുക്കൾ അനുഭവിക്കാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞത് കാര്യങ്ങൾ അങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ. അപ്പോൾ വേദ പെട്ടെന്ന് അമ്മനോട് പറയുകയാണ്, അമ്മേ ഈ ഒരു സമയത്ത് അമ്മ എന്നെ സഹായിക്കണം, ഇവിടെ ആ ഗുണ്ടകൾ ഇപ്പോഴും കറങ്ങി നടക്കുന്നുണ്ട്, ഈ രാധികരെ ഭർത്താവിനോട് കുഞ്ഞ് രാധികരെയാണെന്ന് പറയണമെന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം ഗുണ്ടകളാണെന്നുണ്ടെങ്കിൽ ആ ആംബുലൻസ് ഡ്രൈവറുടെ സഹായത്തോട് കൂടിയിട്ട് വിവരങ്ങൾ അന്വേഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സ്ത്രീ ഇവിടെ ഉണ്ട്, പക്ഷേ അവരുടെ കുഞ്ഞ് മരിച്ചു എന്ന് പറയാണ് കേട്ടോ. പിന്നെ ആ സമയത്താണ് കേട്ടോ അവിടേക്ക് തരുൺ വരുന്നത്. തരുണാണെന്നുണ്ടെങ്കിൽ രാധിക മരിച്ചതൊന്നും അറിഞ്ഞിട്ടില്ല, യൂണിഫോമിലാണ് വരുന്നത്. അപ്പോൾ ഗുണ്ടകളാണെന്നുണ്ടെങ്കിൽ തരുണിനെ കാണുമ്പോൾ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പം അമ്മ വേദനയോട് പറഞ്ഞു, മോളെ ഇതൊക്കെ ശരിയാവോ അമ്മേ, ഇപ്പോൾ തൽക്കാലം എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണം, എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ കൊല്ലും, അതുകൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും തരുണിൻ്റെ രാധികരെയും കുഞ്ഞായിട്ട് ഈ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുക, എൻ്റെ കുഞ്ഞ് പോയി എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ. അവസാനം അവർ സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദയുടെ അടുത്തുനിന്ന് ആ കുഞ്ഞിനെ തരുണിൻ്റെ അമ്മ എടുത്ത് കൊണ്ടുപോകാണ് കേട്ടോ. അവർക്ക് സമ്മതമല്ല എങ്കിലും വേദയ്ക്ക് വേണ്ടിയിട്ട് അവർ ആ കുഞ്ഞിനെ എടുക്കുകയാണ്. അപ്പോൾ എടുക്കുന്ന സമയത്ത് വേദ പൊട്ടി കരഞ്ഞിട്ടാണ് കേട്ടോ കുഞ്ഞിനെ കൊടുക്കുന്നത്. വേദ കുഞ്ഞിൻ്റെ കവിളിൽ ഒരു ഉമ്മ ഒക്കെ വെച്ചതിന് ശേഷം കൊണ്ടുപോകാണ് കേട്ടോ. രാധികരെ ബോഡി മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ സമയത്ത് തരുണിൻ്റെ കയ്യിൽ കുഞ്ഞിനെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. രാധിക നമുക്ക് തന്നിട്ട് പോയ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് തരുൺ ഇപ്പോൾ വിചാരിക്കുന്നത് പ്രസവത്തോട് കൂടിയിട്ട് മരിച്ചു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞിനെ കൈ പിടിച്ചിട്ട് പൊട്ടിക്കറിയാണ് കേട്ടോ തരുൺ. പിന്നെ ജയിലിലേക്ക് ആൻഡ്രൂസ് പോലീസുകാരൻ വരികയാണ് കേട്ടോ. അങ്ങനെ വിക്രമ ആളെ കാണുമ്പോഴത്തേനും ഓടി സന്തോഷത്തോടു കൂടി എഴുന്നേൽക്കാണ് കേട്ടോ. എൻ്റെ അമ്മ വിവരം അറിഞ്ഞോന്ന് അറിയാനായിട്ട്. അപ്പോൾ ആൾ സങ്കടത്തോട് കൂടിയിട്ട് വന്ന് പറയുകയാണ്, ഇനിയിപ്പോൾ വിക്രമിന് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകാം, ചടങ്ങുകളൊക്കെ ചെയ്യണ്ടേന്ന് ചോദിക്കുകയാണ് കേട്ടോ. ചടങ്ങുകളോ, എന്താ സാറേ പറയുന്നത്? അപ്പോൾ വിക്രം, എനിക്ക് പറയുന്നതിൽ സങ്കടമുണ്ട്, വിക്രമിൻ്റെ അമ്മ
വിക്രമിൻ്റെ അമ്മ പോയി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിക്രം എന്ത് സാറേ എന്താ പറഞ്ഞതെന്ന് ചോദിക്കാണ് കേട്ടോ. അങ്ങനെ പൊട്ടിക്കറിയാണ് കേട്ടോ. അവിടെ അങ്ങനെ വീണ് പോവുകയാണ് വിക്രം. പിന്നെ കാണിക്കുന്നത് കുഞ്ഞിനെ തരുണിൻ്റെ മടിയിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ കൂടിയിട്ട് തരുൺ ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് കേട്ടോ. രാധികരെ എടുത്ത് വന്നിട്ട് വിഷമിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ കണ്ടു നിൽക്കാൻ പറ്റില്ല, സ്വന്തം കുഞ്ഞല്ലല്ലോ, ഭാര്യയും പോയി കുഞ്ഞും പോയി. എങ്കിൽ ആ കുഞ്ഞിനോടുള്ള ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ അമ്മയ്ക്കും സങ്കടം വരികയാണ്. പിന്നെ കാണിക്കുന്നത് കമലാമ്മര വീട്ടിൽ കമലാമ്മര ബോഡി കാണാനായിട്ടും ചീതയ്ക്ക് തീ കൊളുത്താനൊക്കെ ആയിട്ട് വിക്രം വരികയാണ് കേട്ടോ. ജോസഫും രാജേട്ടനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. വിക്രം സങ്കടത്തോട് കൂടിയിട്ട് വിശ്വൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വിശ്വൻ്റെ തോളിൽ വീണ് പൊട്ടിക്കറിയാണ് കേട്ടോ. അങ്ങനെ വിക്രമിൻ്റെ കയ്യിൽ വിലങ്ങുണ്ട് കേട്ടോ. അപ്പോൾ വിശ്വൻ ചോദിക്കുന്നു സാറേ ഇനിയെങ്കിലും ഇതൊന്ന് അഴിച്ചുകൂടെയും ചോദിക്കാണ് കേട്ടോ. അങ്ങനെ അവർ വന്നിട്ട് അത് അഴിച്ചിട്ട് വിശ്വൻ വിനായകനും കൂടിയിട്ട് വിക്രമിനെ ചേർത്ത് പിടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടു ചെല്ലുന്നുണ്ട്. അപ്പം നന്ദിനി ഒരു കള്ളക്കരച്ചിലൊക്കെ കരയുന്നുണ്ട്. ശ്രീജയാണെന്നുണ്ടെങ്കിലും മോളും ഭയങ്കര കരച്ചിൽ തന്നെയാണ്. ഈ സമയത്ത് വിക്രം കമലാമ്മര അടുത്ത് വന്നിട്ട് കാലിൽ വീണിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ മാഷാണെന്നുണ്ടെങ്കിൽ വിക്രമിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. വിക്രം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അച്ഛാന്ന് പറഞ്ഞിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാണ്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ. ഹോസ്പിറ്റലായ ആംബുലൻസ് ഡ്രൈവർ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെ കുഞ്ഞ് എന്തേന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതായത് വേദനകാരം. അപ്പോൾ അവർ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഫോട്ടോ കിട്ടി? അവരെ നാട്ടിലുള്ള ആരുമാണ്, ഇവിടുത്തെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ച് ചോദിച്ചതാണ്. പറഞ്ഞ് അവരെ കുഞ്ഞ് മരിച്ചു പോയി എന്ന് അരുണ സിസ്റ്റർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരുണയ്ക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവാണ് കേട്ടോ ഇത് ഗുണ്ടകൾ ഇയാളെ ഏൽപ്പിച്ചിട്ടുള്ളതാണെന്നുള്ളത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ കുഞ്ഞ് മരിച്ചു പോയി എന്ന് പറയുകയാണ്. അപ്പോൾ അയാളത് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അരുണ സിസ്റ്റർ ഈ ഒരു കാര്യം പറയുമ്പോൾ അയാൾ നേരെ പോകും കേട്ടോ. അപ്പോൾ അരുണ സിസ്റ്റർക്ക് മനസ്സിലാവും സംഭവം ഇത്തിരി സീരിയസ് ആണെന്നുള്ളത്. അങ്ങനെ അരുണ സിസ്റ്റർ വേഗം തന്നെ വേദന അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ വേദന എടുത്ത് വന്നിട്ട് അരുണ സിസ്റ്റർ പറയുന്നുണ്ട് ആദ്യം നീ ചെയ്തത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നിയത്, പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നീ ചെയ്തത് ശരിയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാൻ കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ തരുൺ സാറ് ആ കുഞ്ഞിന് സ്വന്തം കുഞ്ഞായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുമ്പോൾ തൽക്കാലം എൻ്റെ മുന്നിൽ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണേ. അപ്പോൾ എന്തായാലും നാളെ ഡിസ്ചാർജ് ആവുമല്ലോ, അതിനുശേഷം തരുൺ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്, എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം കടന്നു പോട്ടെ എന്ന് തന്നെ പറയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞോന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിനെ അവർ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വിക്രം അമ്മയുടെ ചടങ്ങുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ 3 പേരും കൂടി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ ശ്മശാനത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. വിക്രം അമ്മയുടെ ചിത കൊളുത്തി അച്ഛനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛനിങ്ങനെ ഇനി ഒറ്റയ്ക്ക് ജീവിക്കരുത്, അച്ഛൻ ദിശേട്ടൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, മാഷൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അവസാനം അമ്മയ്ക്ക് സ്വന്തം മണ്ണിൽ ഉറങ്ങാൻ പറ്റാതെ ആയില്ലേ അച്ഛാന്ന് ചോദിക്കുമ്പോൾ അവളെ ഏത് പറമ്പിൽ അടുക്കിയാലും അവൾ ജീവിക്കുന്നത് എൻ്റെ നെഞ്ചിലല്ലടാന്ന് പറയുമ്പോൾ ആ നെഞ്ചിൽ വീണ് പൊട്ടി കരയുന്നുണ്ട് വിക്രം. പിന്നെ രാധികരെ ചടങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുണ്ട്, എല്ലാവരും വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് രാധികരെ ചടങ്ങ് കഴിഞ്ഞ ശേഷം പോവുകയാണ് കേട്ടോ തരുൺ. അപ്പോൾ എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഈ സമയത്ത് ഡോക്ടറാണെന്നുണ്ടെങ്കിൽ വേദന എടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് വേദന എടുത്ത തീരുമാനം തെറ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇത് കുറച്ചും കൂടെ പ്രശ്നമാവും എന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വേദ പറയാണ് ഡോക്ടറെ എനിക്കിപ്പോൾ ഇതല്ലാണ്ട് വേറെ ഒന്നും എനിക്കൊരു വഴിയില്ല, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കുറച്ച് നാളെങ്കിലും സംരക്ഷിച്ച് നിർത്തണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കിതല്ലാതെ വേറൊരു തീരുമാനം എടുക്കാൻ തോന്നിയില്ല അപ്പോഴത്തെ സാഹചര്യത്തിൽ. പക്ഷേ ഇത് സ്വന്തം കുഞ്ഞല്ലാന്ന് തരുണിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വലിയ പാടായിരിക്കും, അത് തരുൺ വിശ്വസിക്കുമെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ആകെ ടെൻഷനാവാണ് കേട്ടോ വേദയ്ക്ക്. പിന്നെ കാണിക്കുന്നത് വിക്രം പോവുകയാണ് കേട്ടോ, തിരികെ ജയിലിലേക്ക് പോവുകയാണ്. അപ്പോൾ വേദയുടെ കാര്യം വന്ന് ചോദിക്കുകയാണ് രാജേട്ടൻ. അപ്പോൾ വേദ വരും, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ആ ദിവസം വേദ വരും, എനിക്ക് ഉറപ്പുണ്ടെന്ന് തന്നെ വിക്രം പറയുകയാണ്. അന്നേരം വിക്രം വന്നിട്ട് അച്ഛൻ ഇനി ഒറ്റയ്ക്ക് ഇവിടെ കഴിയരുത്, അച്ഛൻ വിശ്വയുടെ കൂടെ പൊക്കോളൂ, ശ്രീജടുത്തി അച്ഛനെ നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് വേണ്ട വിക്രം, നീ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വേദ വരും, ശങ്കരനാരായണൻ്റെ സാറ് ഹൈക്കോടതിയിൽ അപ്പീലിന് പോയിട്ടുണ്ട്, ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള വിധി വരും, നീയും വേദയും കൂടെ വന്ന് നിങ്ങളുടെ കൂടെ കുറച്ച് കാലം ജീവിച്ച ശേഷം എനിക്ക് അവളുടെ അടുത്തേക്ക് പോകണം, അവൾ അങ്ങനെ അധികം കാലം ഒറ്റയ്ക്കാക്കാൻ പറ്റൂല എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ മാഷ്.
അവളുടെ ആഗ്രഹമായിരുന്നു നിങ്ങളുടെ കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് കുറച്ച് നാളെങ്കിലും ജീവിക്കണം എന്നുള്ളതെന്നൊക്കെ പറയുമ്പോൾ വിക്രമന് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വിക്രം അങ്ങനെ പൊട്ടിക്കറിയാണ് മാഷ്ടെ മേലെ വീണിട്ട്. ഇതേ സമയം താലൂണാണെന്നുണ്ടെങ്കിൽ ഒരു ടാറ്റു സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കൊച്ചിൻ്റെ കാൽപാദം തൻ്റെ നെഞ്ചത്ത് ടാറ്റു ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയുന്നുണ്ട് മരണം വരെ എൻ്റെ കുഞ്ഞിൻ്റെ കാൽപാദം, ഈ കുഞ്ഞു കാൽപാദം എൻ്റെ നെഞ്ചിൽ തന്നെ ഉണ്ടാവണം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ടാറ്റു അടിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. മോനെ നീ എവിടെ പോയിരിക്കുകയായിരുന്നു ഇത്രയും നേരം? ദാമേ കൊച്ചിന് പാലൊക്കെ കൊടുക്കണ്ടേ മോൻ എന്ത് ഇത്ര നേരം വൈകി എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ കൊച്ചിനെ വാങ്ങിച്ചിട്ട് തരുണിൻ്റെ അമ്മ വേദയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. വേദയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അരുണ സിസ്റ്റർ വേദരെ കയ്യിൽ കുഞ്ഞിനെ കൊണ്ടു കൊടുക്കുകയാണ്. അങ്ങനെ പാലൊക്കെ കുടിച്ച് കൊച്ചു ഉറങ്ങുകയാണ് കേട്ടോ. ഈ സമയത്ത് തരുണിൻ്റെ അമ്മ അവിടേക്ക് വരികയാണ്. അമ്മ വന്നിട്ട് മോളെ ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ, പ്രശ്നമാവുമെന്നാണ് തോന്നുന്നത് എൻ്റെ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അവൻ രാധികരെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി. അപ്പോൾ വേറെ ചോദിക്കുന്നുണ്ട് എവിടേക്ക് എന്ന് ചോദിക്കും. അറിയില്ല, ഞാൻ മോളുടെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുതരാനുള്ള ധൃതിയിൽ അതൊന്നും ചോദിച്ചില്ല എന്ന് പറയാം കേട്ടോ. എന്തായാലും എനിക്ക് അവനായി കുഞ്ഞിനോടുള്ളൊരു അത്രയും ആയൊരു അടുപ്പം വിട്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ എനിക്കിപ്പോൾ തൽക്കാലം കുഞ്ഞിൻ്റെ ജീവനല്ലേ അമ്മയെ വലുതെന്നൊക്കെ വേദ പറയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയും മറ്റേ സാബുവിനെയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വിക്രമിൻ്റെ കാര്യം തന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവൻ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്താൻ ഇറങ്ങി, ഇനി അവൻ അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ ഉടനെ തന്നെ ഇറങ്ങൂടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ശ്രീകാന്ത്. അതിന് ശേഷം പറയുന്നവനിങ്ങനെ വിട്ടാൽ ശരിയാവും സാറേ, ഇവനെ തീർക്കണ്ടേന്ന് ശ്രീകാന്തിനോട് പറയാനിട്ട്. അതിനൊക്കെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പറയും. ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്? അതൊക്കെ ജയിലിൽ ആളുണ്ട്. പിന്നെ അല്ലാതെ അവൻ അവിടെ തിന്നും കുടിച്ചും വീർത്തും ദിവസം 500 രൂപ കൂലിയും മേടിച്ചിട്ട് തിരികെ നാട്ടിലേക്ക് എത്തിക്കാമെന്നാണോ താൻ വിചാരിച്ചിരിക്കുന്നതെന്ന് പറയാം കേട്ടോ. പിന്നെ വേദനയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. വേദനയെക്കുറിച്ച് അന്നായ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ള വിവരം മാത്രമേ ഉള്ളൂ, പക്ഷേ സന്തോഷിക്കാനുള്ളൊരു വാർത്തയുണ്ട് എന്ന് പറയും കേട്ടോ. എന്ത്? അവളുടെ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ളൊരു വാർത്ത എന്ന് പറയാം കേട്ടോ. പക്ഷെ അത് സാബുവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ സാബു പറയാം അതെ, ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്ന രീതിയിൽ അമ്മക്ക് ചില തെറ്റ് പറ്റുമോ, കാരണം നമ്മൾ അന്വേഷിക്കുന്നുണ്ടെന്ന് വേദയ്ക്ക് എന്തായാലും അറിയാം. അപ്പോൾ വേദ ചിലപ്പോൾ നുണ പറഞ്ഞതാണെങ്കിലോ കുഞ്ഞ് മരിച്ചുപോയി എന്ന്. അപ്പോൾ അത് ശരിയാണോ എന്ന് ശ്രീകാന്തിനൊരു തോന്നൽ വന്നിട്ട് ശ്രീകാന്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് വേദനയും കുഞ്ഞിനെയാണ് കേട്ടോ. അമ്മ വരികയാണ് വേദരെ കുഞ്ഞിൻ്റെ അടുത്തേക്ക്, തരുണിൻ്റെ അമ്മ. അങ്ങനെ അവർ ഈ കാര്യങ്ങൾ തന്നെ പറയാണ് കേട്ടോ. തരുൺ ഇനി എന്താണ് ചെയ്യാമെന്ന് എനിക്കറിയില്ല മോളെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ മോളെ ജീവൻ രക്ഷിച്ചേ മതിയാവും അമ്മയെന്ന് പറയുകയാണേ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നാളെ ഡിസ്ചാർജ് അല്ലേ എന്ന് പറയാം കേട്ടോ. തരുൺ കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് പറയൂലേ എന്ന് ചോദിക്കും. അന്നേരം വേദ പറയുകയാണേ അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കുറച്ച് നാളെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് നിന്നോട്ടെ, നിങ്ങളുടെ കൂടെ വന്ന് നിന്നിട്ട് ഒരു ജോലിക്കാരിയായിട്ട് തന്നെ കണ്ടാൽ മതി, കുഞ്ഞിന് പാല് കൊടുക്കാനും ജോലിക്കാരിയായിട്ട് കണ്ടാൽ മതി അമ്മേ എന്ന് പറയാനിട്ടോ തൽക്കാലത്തേക്ക്. പിന്നീട് തരുൺ സാറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ തരുണിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. തരുണിൻ്റെ അമ്മ അത് കേട്ടോടുകൂടിയിട്ട് മോളോട് ഞാൻ എങ്ങനെ പറയുന്ന ആലോചിച്ചൊരു കാര്യമാണ് മോളിപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്. ജോലിക്കാരിയായിട്ടല്ല മോളെ, എൻ്റെ മകളായിട്ടാണ് ഞാൻ നിന്നെ കണ്ടത്. അപ്പോൾ ഒരു മകളായിട്ട് തന്നെ നീ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു കണ്ടിട്ട് വേദന ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കേട്ടോ. അവർക്ക് അത്ര മാത്രം സന്തോഷമായി. കൊച്ചിനെയും കിട്ടും വേദനയും കിട്ടും. കുറച്ച് നാളെങ്കിലും തരുണ്ടായൊരു മാനസികാവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർക്ക് സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ വേദ പൊട്ടിക്കറിയാണ് കേട്ടോ. ഞാൻ തരുണിനോട് ഇതേക്കുറിച്ച് പറയാമെന്ന് പറയാനേ. രണ്ടുപേര് കെട്ടിപ്പിടിക്കുക കരയിലൊക്കെ ആണല്ലോ എന്നൊക്കെ അരുണ സിസ്റ്റർ വന്ന് ചോദിക്കണ്ടേ, ഡോക്ടർ വിളിക്കുന്നുണ്ട് അമ്മനെന്ന് പറയും. അങ്ങനെ തരുണിൻ്റെ അമ്മ അവിടുന്ന് പോകും. ഈ സമയത്ത് വേദ കൊച്ചിനോട് പറയുകയാണേ നമ്മൾ കുറച്ച് ദിവസം വേറൊരു വീട്ടിലേക്ക് പോവുകയാണ്, ഇന്ന് മോളെ കൊണ്ടുപോയില്ലേ ഒരാൾ, അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അതിനുശേഷം നിൻ്റെ അച്ഛൻ എവിടെയാണെന്ന് കണ്ടെത്താൻ അയാളോട് സഹായം ചോദിക്കണം. എന്നിട്ട് അച്ഛനെ കണ്ടെത്തിയിട്ട് നിൻ്റെ അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് പറയണം വേതാളം ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ചിട്ടുള്ളത് ഈ കുഞ്ഞിനെ വിക്രമിൻ്റെ കയ്യിൽ തരാൻ വേണ്ടിയിട്ടാണ്, ഒരു കുഞ്ഞു വിക്രു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് കുഞ്ഞിനോട് സംസാരിക്കണം. എത്ര പെട്ടെന്ന് തന്നെ വിക്രമിൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊണ്ട് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയിട്ട് കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ വേദ.
പിന്നെ കാണിക്കുന്നത് വിക്രമാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഉരുള ചോറ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് കാക്കകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലാമ്മയ്ക്ക് ബലിയിടാനുള്ള യോഗമൊന്നും വിക്രമിനില്ലല്ലോ. അപ്പോൾ വിക്രം അത് മനസ്സിലാലോചിച്ചിട്ട് ഇങ്ങനെ ചോറ് കൊണ്ടുവയ്ക്കുകയാണ്. ആ സമയത്ത് അവിടെ വിക്രമിനെ തീർക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിട്ടുള്ള 2-3 ആൾക്കാർ വിക്രമിനെ കളിയാക്കാണ് കേട്ടോ. ആഹാ, ഇപ്പോൾ ജയിൽ ചോറൊക്കെ പിണ്ടച്ചോറായി മാറിയോന്ന് ചോദിക്കണം. അപ്പോൾ ഒരുത്തൻ പറയുകയാണേ, ജീവിച്ചിരുന്ന കാലത്ത് ഒരു പിടി ചോറ് കൊടുത്തിട്ടില്ലല്ലോ, ഇനി മരിച്ചിട്ട് എങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് കേട്ടോ. ഇതെന്തായാലും പട്ടി നക്കിയ ചോറ് പോലെ ഉണ്ട്, പട്ടി നക്കിയ ചോറ് തിന്നാലും മതിയല്ലേ എന്നൊക്കെ പറയുന്നത് കേട്ടുമ്പോൾ വിക്രമിന് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ആ ഭക്ഷണത്തിൻ്റെ പാത്രത്തോണ്ട് തന്നെ അയാൾ തലക്കെട്ട് ഒറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അയാൾ തല്ലി വീഴാണ്. പിന്നെ എന്നിട്ട് വിക്രം എല്ലാവരെയും കൂടി ഇങ്ങനെ ഭീഷണിപ്പെടുത്താണ്, വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോഴേക്കും ഒരാൾ വരുമ്പോഴത്തേനും വിക്രം എല്ലാവരും അടിച്ച് ശരിയാക്കാണ് കേട്ടോ. അപ്പോൾ ഒരു പോലീസുകാരൻ ഓടി വന്നിട്ട് ആൻഡ്രൂ സാറിനോട് പറയാണ് കേട്ടോ, അതേ വിക്രം അവിടെ എല്ലാവരും അടിച്ച് വീഴ്ത്തുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അതിന് അല്ല സാറേ, അവർ അങ്ങോട്ട് പോകണ്ടേ, വേണ്ട, ഇന്നലെ വിക്രമിന് അവരെല്ലാവരും കൂടി തല്ലിയപ്പോൾ താനൊക്കെ എവിടെയായിരുന്നു, താനൊക്കെ നോക്കിയിരുന്നില്ലേ, ഇന്നിപ്പോൾ അവൻ്റെ കാര്യം തീർക്കട്ടെ, അവിടേക്ക് പോകാനൊന്നും നിൽക്കണ്ട, എല്ലാം കഴിയുമ്പോഴേ സെല്ലിലേക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിട്ടാൽ മതി, എന്താ ധൃതി അവൻ്റെ എന്ന് പറഞ്ഞു കേട്ടോ. അവിടെ നിന്ന് പോകുകയാണേ. പിന്നെ വിക്രം ഇങ്ങനെ എല്ലാവരെയും അടിച്ചിട്ടിട്ട് വിക്രം പറയാണ്, വേണ്ട, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവനാണ്, എൻ്റെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കൈകൊട്ടാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ വീട് കിടക്കുമ്പോൾ അങ്ങനെ വിക്രം പോവുകയാണ് സെല്ലിലേക്ക്. പിന്നെ കാണിക്കുന്നത് മാഷ് ഇങ്ങനെ റൂമിലേക്ക് വരുമ്പോൾ കമലാമ്മ റൂമിൽ ഇരുന്നിട്ട് മാഷോട് ഇങ്ങനെ പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. മാഷെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി മാഷ് ആലോചിച്ചോ, നീ എന്തൊക്കെയാണ് കമലെ പറയുന്നത്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും മരണത്തെക്കുറിച്ചും ചിന്തിക്കുന്നു, മരണത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നു, അങ്ങനെ സ്വപ്നം കണ്ടവരൊക്കെ മരിക്കുകയാണോ ചെയ്യുന്നത്, അങ്ങനെ സ്വപ്നം കണ്ടവർ മരിച്ചുകൂടാന്നൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണെ. അല്ല, നിനക്കതിന് മാത്രം പ്രായമായിട്ടൊന്നുമില്ലല്ലോ, പ്രായമായവർ മാത്രമാണോ മരിക്കുന്നത്, എല്ലാത്തവരും മരിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ. മാഷ്, ഞാൻ ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കരുത്, മാഷ് വിശ്വത്തിൻ്റെ കൂടെ പോയി നിൽക്കണം, വിശ്വം മാഷ നോക്കിക്കോളും, ശ്രീജ മാഷെ സ്വന്തം അച്ഛനെ പോലെ കണ്ടോളും എന്നൊക്കെ പറയാൻ കേട്ടോ. എനിക്ക് വാക്കുതായോ മാഷ് എന്ന് പറയും. മാഷിന് ദേഷ്യം വരാണ്ട് മാഷ് ഇങ്ങനെ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, നീ എന്തായാലും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും മരിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് നിനക്ക് ഞാൻ വാക്ക് തരാനും പോകുന്നില്ല. അപ്പം മാഷ് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് മരിക്കാനായിരിക്കും എൻ്റെ യോഗം എന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ അത് നിൻ്റെ വിധി എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അത് ആലോചിച്ചിരിക്കുന്ന സമയത്ത് വിശ്വം വന്ന് വാതിൽ മുട്ടാണ്. അച്ഛൻ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനെ അങ്ങനെ വിളിച്ചു വരുത്താനായിട്ട് പറയുന്നുണ്ട്. അച്ഛൻ ഇനി വിനായകൻ ചോദിക്കുക, അച്ഛാ ഇനി എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ, ഇനി എന്ത് ചടങ്ങുകളൊന്നും വേണ്ടാന്ന് തന്നെ കമല പറഞ്ഞേൽപ്പിച്ചിട്ടെന്ന് പറയുമ്പോൾ തന്ത്രി അത് ശരിയാ, ചടങ്ങുകളൊക്കെ നടത്തി വെറുതെ നിന്നെ കാശ് കളയുന്നെന്ന് ചോദിക്കുമ്പോൾ മാഷിങ്ങനെ നോക്കണ്ട നന്ദിനിനെ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നീ ഒന്നും ഉദ്ദേശിക്കേണ്ട നന്ദിനി, നിങ്ങളെല്ലാവരും ഇനി തിരികെ പൊക്കോളാൻ പറയട്ടോ. അപ്പോൾ ശ്രീജ പറയണം, അച്ഛൻ ഒറ്റയ്ക്ക് എന്ന് പറയട്ടോ, ഒറ്റയ്ക്ക് അത് സാരമില്ല എന്ന് പറയും. അപ്പോൾ വിശ്വം പറയാണ്, എനിക്ക് അച്ഛനൊരു കാര്യം ചെയ്യും, അച്ഛൻ ഞങ്ങളെ കൂടെ വരും എന്ന് പറയട്ടോ. വേണ്ട, ഞാൻ ആരെയും കൂടെ വരുന്നില്ല എന്ന് പറയും. അപ്പോൾ വിശ്വം പറയും, എന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയും. അപ്പോൾ വിനായകനും പറയും, അച്ഛനിങ്ങനെ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും, ശരിയാവില്ല അച്ഛൻ അതെന്ന് പറയട്ടോ. അപ്പോൾ വിശ്വനോട് ചോദിക്കും, നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാന്ന് ചോദിക്കും കേട്ടോ. അതൊക്കെ ഓഫീസിലേക്ക് പോയി വരാവുന്ന ദൂരമല്ലേ ഉള്ളൂ. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് മാഷ് ഇങ്ങനെ പറയും. പിന്നെ കാണിക്കുന്നത് തരുണിയാണ് കേട്ടോ. വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യാണ്, രാധികയുടെ സാരിയൊക്കെ മടക്കി വയ്ക്കുകയാണ്. ഈ സമയത്ത് അവിടേക്ക് അമ്മ വരികയാണ് കേട്ടോ. അമ്മയെ നമുക്ക് പോകാറായില്ലേ, കുഞ്ഞ് എവിടെയും ചോദിക്കും കേട്ടോ. കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ കൊണ്ടുപോയി. ബ്രസ്റ്റ് ഫീഡിങ്ങോ എന്ന് ചോദിക്കേണ്ട. ഇവിടെ നമ്മുടെ കൂടെ ഇപ്പുറത്തെ റൂമിൽ ഉണ്ടായിരുന്നില്ലേ ഒരു കുട്ടി, ആ കുട്ടി എന്ന് പറയട്ടോ. ആ കുട്ടിയുടെ കുഞ്ഞല്ലേ മരിച്ചത്, അതെ, എന്നാലും അത് വേണ്ടായിരുന്നു അമ്മേ എന്ന് പറയണ്ട. അത് സാരില്ല, കുഞ്ഞിന് ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് അത്യാവശ്യമാണ്, അപ്പോൾ ഡോക്ടറാണ് അത് അനുമതി തന്നതെന്ന് പറയട്ടോ. ആ കുഞ്ഞിൻ്റെ കാര്യം കഷ്ടമാണ് മോനെ, ആ കുഞ്ഞിന് ആരുമില്ല എന്ന് പറയും കേട്ടോ. ആ പെൺകുട്ടിക്ക് ആരുമില്ല. അതെന്താ ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡൊക്കെ? ഹസ്ബൻഡിൻ്റെ കാര്യം പറയാതിരിക്കുക എന്നുള്ളത്. ഹസ്ബൻഡിനെ കുറിച്ചൊന്നും യാതൊരു വിവരവും ഇല്ല. പിന്നെ ശത്രുക്കളോ എന്ന് ചോദിക്കണം. അപ്പോൾ പെട്ടെന്ന് അമ്മ, ബന്ധുക്കൾ തന്നെയാണല്ലോ ശത്രുക്കളായി മാറുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോനെ, ആ കുട്ടീനെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? അമ്മ എന്തേ പറയുന്നതെന്ന് കാണിച്ചുകൊണ്ട് എപ്പിസോഡുകൾ അവസാനിക്കുകയാണ് കേട്ടോ.